ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ അച്ചമ്മ ശ്രുതിയെയും സുധിയെയും മുറിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു എപ്പിസോഡ്, പകരം നമ്മുടെ രേവതിയെ കയറ്റി അവിടെ ഇരുത്തുന്ന എപ്പിസോഡ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മുടെ സച്ചിനും രേവതിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുകയാണല്ലോ. അത് പ്രമാണിച്ച് നമ്മുടെ അച്ചമ്മ ചന്ദ്രോദയത്തിലോട്ട് വരുന്നുണ്ട്. ചന്ദ്രോദയത്തിലോട്ട് വന്നു കഴിഞ്ഞ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ദിവസമാണ് അച്ചമ്മ വരുന്നത്. വരുമ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. സച്ചി അച്ചാമ്മേനടുത്ത് കറക്കുന്നുണ്ട്, അവരെ അനുഗ്രഹിക്കുന്നുണ്ട്, ചന്ദ്രയെ ഭരിക്കുന്നുണ്ട്, ചന്ദ്രയുടെ അഹങ്കാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അച്ചമ്മ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആനിവേഴ്സറിയൊക്കെ ആഘോഷിച്ച് കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും രാത്രി സച്ചിക്കും രേവതിക്കും കിടക്കാൻ മുറിയില്ലല്ലോ. ഉള്ള മുറിയിൽ നമ്മുടെ ശ്രീകാന്തും, ഒരു മുറിയിൽ സുധിയും, പിന്നെ ഒരു മുറിയിൽ രവീന്ദ്രനും കൂടി കിടക്കുവാണല്ലോ. സച്ചിയും രേവതിയും മുകളിൽ ടെറസിൽ പോയി കിടക്കുകയാണ് അന്നത്തെ ദിവസം. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ അച്ചമ്മക്ക് ഭയങ്കര അധികം സങ്കടമാവുന്നുണ്ട്. കാരണം അവർ മുകളിൽ കിടക്കുന്നത് തന്നെ സങ്കടം. അതും കൂടാണ്ട് ഇന്ന് അവരുടെ ഒരു നല്ല ദിവസമായിട്ട്, ജീവിതത്തിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അവരൊരു റൂം പോലും ഇല്ലാതെ മുകളിൽ പോയി കിടക്കുന്ന കണ്ടപ്പോഴേക്കും അച്ചമ്മക്ക് ഒന്നുകൂടെ സങ്കടമാവാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ അച്ചമ്മ രവീന്ദ്രനോട് പോയി പറയുന്നുണ്ട്, എടാ മോനെ, നീ എത്രയും പെട്ടെന്ന് ഒരു മുറി കൂടി എക്സ്ട്രാ പണിയണം എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആ അമ്മേ, ഞാനും അത് ആലോചിച്ചായിരുന്നു ഒരു മുറി പണിയുന്നത്. എനിക്ക് ഈ സച്ചിൻ രേവതിയും ഇങ്ങനെ മുറിയില്ലാതെ നടക്കുന്നത് കണ്ടിട്ട് സങ്കടം വരുന്നമ്മേന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്ക് അച്ചമ്മ പറയും, എനിക്കും ഉണ്ടാ സങ്കടം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോടൊരു മുറി എടുക്കാൻ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ മുറി അവരോട് എടുക്കാൻ വേണ്ടി പറഞ്ഞതാ, പക്ഷേ എൻ്റെ ഈ ഓപ്പറേഷനൊക്കെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സച്ചി സമ്മതിക്കുന്നില്ല അമ്മേ. ഞങ്ങൾ ആ ഹോളിൽ കിടന്നിരുന്നത്, പക്ഷെ അവൻ്റെ വാശി കാരണം അവന് ഞങ്ങൾ ഹോളിൽ കിടക്കുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട് അവരുടെ മുറി നമുക്ക് വിട്ടു തന്നു. അത്രയ്ക്ക് പാവം സച്ചിൻ രേവതി എന്നൊക്കെ രവീന്ദ്രൻ പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഇങ്ങനത്തെ മക്കളെ കിട്ടാനൊക്കെ പുണ്യം ചെയ്യണം. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്, അവരുടെ വിഷമം മനസ്സിലാക്കി അവർക്കൊരു റൂം കെട്ടിക്കൊടുക്കണം എന്ന് പറയുവാണ് അച്ചമ്മ. കാശ് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അയ്യോ അതൊന്നും വേണ്ട, കാശൊക്കെ അമ്മയുടെ കയ്യിൽ വെച്ചോ, കാശൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഹോളിൽ പോയി എല്ലാവരെയും വിളിച്ചു വരുത്തുവാണ് ഹോളിലോട്ട്, ഈ മുറി കെട്ടുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാവരും വന്നു കഴിയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ നമ്മളിനി ഒരു മുറി കൂടി മുകളിലെടുക്കാൻ പോവാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, മുറിയോ, അതെന്തിനാണ് അച്ഛാന്ന് പറയുമ്പോൾ അച്ചാമ്മ പറയും, പിന്നെ നിങ്ങളിങ്ങനെ എത്ര നാളിങ്ങനെ മുറിയില്ലാതെ കഴിയും ഈ മുകളിൽ പോയി, നിങ്ങൾക്കൊരു മുറി വേണ്ടേ, അതുകൊണ്ടൊരു മുറി എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ ചാ മുറി എടുക്കാൻ, നമുക്കൊരു ചെറിയ മുറി പോലെയിടാം, ഒരു കട്ടിലിടാൻ പറ്റിയ, നിങ്ങൾക്ക് കിടക്കാൻ പറ്റിയ ഒരു മുറി, അങ്ങനത്തെ ഒരു സെറ്റപ്പ് മതി, അല്ലാതെ വലുതൊന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, അച്ഛാ അമ്മ ഒരു മുറി എടുത്ത് തരാമെന്ന് പറഞ്ഞതല്ലേ, അമ്മയോട് പറഞ്ഞാൽ അമ്മ ഇപ്പം തന്നെ ഒരു മുറി കെട്ടി തരും എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ മറ്റൊരാളുടെ ഔദാര്യത്തിൽ നമുക്കൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ട് നമ്മളെ കെട്ടും എന്ന് പറയുമ്പോഴേക്കും സുധിക്കൊക്കെ ടെൻഷനാവുകയും, സുധിയുടെ കയ്യിൽ കാശ് കണ്ടിട്ടാണോ ഇവരിനി മുറി കെട്ടാൻ നടക്കുന്നതൊക്കെ ഓർത്തിട്ട്. അപ്പോൾ സുധി അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഒരു മുറിയാണെങ്കിലും പണിയാൻ കാശ്. അപ്പോൾ സച്ചി പറയും, നീ അതോർത്ത് പേടിക്കണ്ട, നിന്റെ കാശ് ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളാരും പൈസയെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഇരിപ്പുണ്ട്, ആ കാശ് വെച്ചിട്ട് നമുക്ക് മുകളിൽ ഒരു മുറി എടുക്കാം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അച്ഛൻ്റെ കാശോ, ആ കാശൊന്നും വേണ്ട. അപ്പോൾ രവീന്ദ്രൻ പറയും, അതെന്താടാ, എൻ്റെ കാശ് കൊണ്ട് മുറി പണിത് എന്താ പ്രശ്നം, അച്ഛാ അത് അച്ഛൻ്റെ ആവശ്യങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ, അച്ഛൻ്റെ കയ്യിൽ വേറെ പണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എവിടെന്നെങ്കിലും കാശെടുക്കാൻ വേണ്ടി, അതുകൊണ്ട് അച്ഛൻ ആ കാശ് എടുക്കണ്ട, അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ വെച്ചോ, നമുക്ക് എപ്പോഴെങ്കിലും കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ ഒരു മുറി കെട്ടാം, ഇപ്പം ഇങ്ങനെ തിരക്ക് പിടിച്ചൊന്നും മുറി എടുക്കണ്ട അച്ഛ, ആ കാശ് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, അതും ശരിയാ, ഇവനിപ്പോൾ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്, പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പൈസ ആവശ്യം വന്നാൽ ബുദ്ധിമുട്ടാവുമല്ലോ, നീ അങ്ങനെ പൈസ ഇല്ലാത്തവനായിട്ട് നടക്കരുത് രവി, നിൻ്റെ കയ്യിലെ പൈസ നീ തന്നെ സൂക്ഷിച്ചോ, പൈസ ഞാൻ തരാമെന്ന് അച്ചമ്മ പറയുമ്പോൾ സച്ചി പറയും, അതൊന്നും വേണ്ട അച്ചമ്മേ, ഞങ്ങൾ ഈ ഓട്ടോ ഓടിയിട്ട് കുറേശ്ശെ പൈസ മാറ്റി വെച്ചിട്ട് നമ്മളൊരു മുറി എടുത്തോളാം, നിങ്ങളാരും അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും, അതിനൊക്കെ എന്തോരം കാലതാമസമുണ്ട് സച്ചി, അത്രയും നാൾ നിങ്ങളിങ്ങനെ മുകളിൽ പോയി കിടക്കൂ, ഞാനൊരു ഐഡിയ, എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും പറയും, അതെന്ത് ഐഡിയ അച്ചമ്മേ, ഇവിടെ ഇപ്പോൾ ആകെ 3 മുറിയല്ലേ ഉള്ളൂ, അതിൽ ഒരു മുറി രവീന്ദ്രൻ കിടക്കട്ടെ, രവീന്ദ്രൻ എന്തായാലും ഒരു മുറി വേണം, അവനൊരു ക്ലീൻ
അറ്റ്മോസ്ഫിയറൊക്കെ അല്ലേ വേണ്ടത്, കാരണം അവനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ബാക്കിയുള്ളത് 2 മുറിയിൽ ശ്രുതിയും വർഷയും നിങ്ങളുടെ ഫാമിലീസ് അല്ലേ രണ്ടുപേരും കിടക്കുന്നത്. സച്ചിക്ക് മാത്രമാണ് മുറിയില്ലാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓരോ ആഴ്ചയിലും റൊട്ടേറ്റ് ചെയ്യണം മുറികളെന്ന് പറയുവാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോവേ, മുറി റൊട്ടേറ്റ് ചെയ്യാനോ? ആ അത് തന്നെ, നിങ്ങൾ മുറി മാറി മാറി കിടക്കണം. ഇപ്പോൾ ഒരാഴ്ച നിങ്ങൾ ശ്രുതിയൊക്കെ സച്ചിക്ക് വേണ്ടി മുറി മാറിക്കൊടുക്കണം. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ശ്രീകാന്തും വർഷയും ഹോളിൽ കിടക്കട്ടെ, സച്ചിയും രേവതിയും അവരുടെ മുറി കിടക്കട്ടെ. അങ്ങനെ മാറി മാറി ആഴ്ചകൾ നിങ്ങൾ സച്ചിക്കും രേവതിക്കുമായിട്ട് മുറി കൊടുക്കണം എന്ന് അച്ചമ്മ പറയുവാണ്. അപ്പോൾ ശ്രുതിക്കൊക്കെ അത്ര താല്പര്യമില്ലേ. ശ്രുതി പറയും, അച്ചമ്മയെ ഞങ്ങൾ ഹോളിൽ കിടക്കാനോ? അയ്യോ ഞാനില്ല, എനിക്ക് ചൂടത്ത് കിടന്നാൽ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മ പറയും, ഇത് ഞാൻ പറയുന്ന കാര്യം, ഇത് നിങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ, കാരണം എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ അനുസരിക്കും എന്നൊക്കെ അച്ചമ്മ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് പറയുവാണേ. ഇവരിനി മോളിൽ കിടന്നത് ഞാൻ അറിയരുതെന്ന് അച്ചമ്മ പറയുന്നുണ്ട്. അച്ചമ്മയുടെ വാശി അറിയാലോ, ചന്ദ്രക്കും പേടിയാണല്ലോ. ചന്ദ്രയാണ് അച്ചമ്മ വാൺ ചെയ്യുന്നത്, ചന്ദ്ര നീ വേണം ഇത് ശ്രദ്ധിക്കാൻ, സച്ചിയും രേവതിയും ഇനി ഒരു കാരണവശാലും മോളിൽ കിടക്കരുത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ചീത്ത പറയുവാണേ നമ്മുടെ അച്ചമ്മ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുവാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും രേവതി വീണ്ടും ഹാളിലൊക്കെ പായിടുന്നത് കാണുമ്പോഴേക്കും വർഷ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ രേവതി ചേച്ചി, ഇന്ന് സുധിച്ചേട്ടൻ്റെ മുറിയൊക്കെ നിങ്ങൾക്ക് തരാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ ഈ ഹോളിൽ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, അവർ നേരത്തെ അകത്ത് കയറി വാതിലടച്ചു, അവർ ഉറങ്ങിയിട്ടുണ്ടാവും, വെറുതെ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അവൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, മുറി വിട്ടു തരാതിരിക്കാനുള്ള അവൻ്റെ അടവാ, എടാ സുധി എന്ന് പറഞ്ഞ് പോയി മുറിയിലിട്ട് കൊട്ടുവാണേ. അപ്പോഴേക്കും സച്ചിയുടെ അലർച്ചയൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ അച്ചാമ്മയൊക്കെ വരുന്നുണ്ട്. അച്ചമ്മ ചോദിക്കും, എന്താടാ സച്ചി, എന്താ പ്രശ്നം? അച്ചമ്മയല്ലേ പറഞ്ഞത് മുറി ഇന്ന് ഈ ആഴ്ച ഞങ്ങൾ സുധിയുടെയൊക്കെ മുറിയിലാണ് കിടക്കണ്ടേന്ന്, എന്നിട്ട് കണ്ടോ അവർ നേരത്തെ കയറി മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നു, ഞങ്ങൾ വീണ്ടും ഹോളിൽ തന്നെയെന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും, അത് കൊള്ളാലോ, ഞാൻ പറഞ്ഞത് ഇവിടെ ആർക്കും അനുസരിക്കാൻ പറ്റാത്തേ, എടാ സുധി എന്ന് പറഞ്ഞ അച്ചമ്മ കുറേ വാതിലിട്ട് കൊട്ടുവേ. അപ്പോഴേക്കും ശ്രുതിയും കൂടി വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, എന്താ അച്ചമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. എടാ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ആഴ്ച നിങ്ങളുടെ മുറി ഇവരാണ് ഉപയോഗിക്കുന്നതെന്ന്, പിന്നെ നിങ്ങൾ എന്താ മുറി കയറി വാതിലടച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, അച്ചമ്മയെ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നല്ലേ, എനിക്ക് ഈ ചൂടത്തൊക്കെ കിടന്ന് എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യൂല, കൊതുക് കടിക്കും എന്നൊക്കെ ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, മര്യാദക്ക് നിങ്ങൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിക്കോ, ഈ ആഴ്ച ഈ മുറി രേവതിക്കും സച്ചിക്കും ഉള്ളതാ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എന്നെ അനുസരിക്കാൻ പറ്റും, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കണം, സച്ചി രേവതിന് ഒരു കാരണവശാലും മോളിൽ കിടക്കത്തില്ല എന്നൊക്കെ അച്ചമ്മ ഉറപ്പിച്ച് വാശി പറയുവാണ്. ശ്രുതി നിനക്കെന്താ ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കാൻ പറ്റത്തില്ലേ ശ്രുതി, മര്യാദക്ക് പോയി ഹോളിൽ കിടക്കുക, ഇന്ന് രേവതിയും സച്ചിയും ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ ചീത്ത പറയുവാണ് അച്ചമ്മ. അച്ചമ്മയുടെ മുഖഭാവമൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കൊക്കെ പേടിയാവുക, അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവസാനം പായം പുതപ്പൊക്കെ ചുരുട്ടിപ്പിടിച്ച് അവർ ഹോളിൽ പോയി കിടക്കുവാണ്. ശ്രുതിനറിയാലോ AC കിടന്ന് ഉറങ്ങി ഹോളിൽ കിടന്ന് ഉറക്കം വരൂലെന്ന് പറഞ്ഞ ശ്രുതി പോകുവാണ്. എന്തായാലും സച്ചിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്, രേവതിക്ക് അത്ര സന്തോഷമില്ല കേട്ടോ വേറൊരാളുടെ മുറി കയറി കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സച്ചി ഹാപ്പിയാണ്. ഏതായാലും അച്ചമ്മ വന്നതുകൊണ്ട് നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരു മുറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിലെ പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാനെൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും